പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം നമ്മൾക്ക് വീണ്ടും ചില സമയം കൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ കൊണ്ട് ദൈവം നമ്മളെ സഹായിക്കുന്ന ദൈവകൃപയ്ക്കായി നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. വേദിയിലായിരിക്കുന്ന ദേവദാസന്മാരെ, ഹല്ലേലൂയ, കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും വീണ്ടും ഒരിക്കൽ കൂടി കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചെറിയ ഒരു സന്ദേശത്തിന് വേണ്ടി മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 8-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം. മതി, വാക്യം നമ്മൾ അധികാരം വായിച്ചിട്ടില്ല, ജസ്റ്റ് വായിച്ചു പോയിട്ടൊക്കെ ഉണ്ട്. ഒരു ചെറിയ സന്ദേശം നൽകുകൊണ്ടൊക്കെ ആഗ്രഹിക്കുന്നു. നാം ഈ ഭാഗം വായിക്കുമ്പോൾ യേശുവിൻ്റെ വംശാവലിയാണ്. ഈ വംശാവലിയിൽ നിന്ന് ചിലർ മിസ്സായി. ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. പലരും ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ല. നമ്മൾ കേൾക്കാത്ത ഒരുപാട് ഭാഗങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അത് ഒരു സ്ത്രീ മുഖാന്തരമാണ് ഇവിടെ നിന്ന് ചിലർ അപ്രത്യക്ഷമായി. അത് ആരാണ് എന്ന് നമുക്ക് 2 ദിനവൃത്താന്തം 23-ാം അധ്യായം 21-ാം വാക്യം വായിച്ചാൽ. 2 ദിനം. നോക്കുക, അഥല്യ എന്ന് പറയുന്നൊരു സ്ത്രീ. പലരും കേൾക്കാൻ സാധ്യത കുറവുള്ള ഒരു പേരാണ്. കേൾക്കുമ്പോൾ മനോഹരമായൊരു പേരാണ്. ദേശത്തിലെ സകല ജനവും സന്തോഷിച്ചു. എന്തുകൊണ്ട്? അഥല്യ എന്ന സ്ത്രീയുടെ മരണത്തിലാണ് ജനം സന്തോഷിച്ചത്. മാത്രമല്ല, നഗരം സ്വസ്ഥമായി. എന്താണ് കാരണം? അഥല്യ എന്ന സ്ത്രീ മരണപ്പെട്ടത്. പഴയ കാലങ്ങളിൽ നമ്മൾ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ അവർ കനിവർഹിക്കുന്നവരാണ്, കരുണ അർഹിക്കുന്നവരാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ സ്ത്രീകൾ മൂലമുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, അത് പ്രായഭേദമന്യേ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അത് കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്, ഇല്ലേ? സ്ത്രീകളെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ, പണ്ട് പുരുഷന്മാരെ കുറിച്ച് കേട്ടിരുന്ന വാർത്തകൾ സ്ത്രീകളിൽ നിന്ന് ഒപ്പം വീഴ്ത്തി, അല്ലേ? ഇൻസ്റ്റഗ്രാമും ഒക്കെ ഉണ്ട്. ഇൻസ്റ്റഗ്രാമൊക്കെയാണ് വലിയ പ്രശ്നക്കാർ. കല്യാണം കഴിച്ചവരൊക്കെ വേറെ ആൾക്കാരുടെ കൂട്ടത്തിൽ ഇറങ്ങിപ്പോകുന്നു, ഭർത്താവിനെ കൊല്ലുന്നു, കൊച്ചുമക്കളെ ഉപേക്ഷിച്ചു പോകുന്നു. ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളൊക്കെ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുമ്പോൾ ഈ അഥല്യമാരെ കുറിച്ച് നാം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായി. നമുക്കറിയാം, ശലോമോന്റെ മരണശേഷം രാജ്യം 2ആയി വിഭാഗിച്ചു. അത് ഒന്ന് യഹൂദ എന്നും ഒന്ന് ഇസ്രയേൽ എന്ന. യഹൂദയുടെ പ്രത്യേകത, ഇത് ദാവീദിന്റെ ഗ്രഹമാണ്. ഇവിടെ നിന്നാണ് യേശുക്രിസ്തു വരുന്നത്. ഈ ഗോത്രത്തിൽ നിന്നാണ് യേശുക്രിസ്തു വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ആദ്യത്തെ നമ്മൾ 1:8 വായിച്ചപ്പോൾ യഹോശാഫാത്തിനെ കുറിച്ച് ഒന്ന് വായിച്ചു കേട്ടു. യഹോശാഫാത്ത് യഹൂദയിലെ രാജാവായിരുന്നു യഹോശാഫാത്ത്. അവന് ധാരാളം ധനവും മാനവും ഒക്കെ ഉണ്ടായിരുന്നു. യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ച ഒരാളായിരുന്നു യഹോശാഫാത്ത്. അവന്റെ ഭരണ നിർവഹണത്തിൽ വളരെ കൃത്യതയുള്ള ഒരാളായിരുന്നു. മാത്രമല്ല, അവൻ ദൈവത്തെ പൂർണ്ണമായി സ്നേഹിച്ച് സേവിച്ചു പോന്നിരുന്ന ഒരാളാണ്. ഈ കാലഘട്ടങ്ങളിൽ 2ആയിട്ട് യഹൂദയെന്നും ഇസ്രായേൽ എന്നും 2ആയി തിരിഞ്ഞതുകൊണ്ട് ഇവർ ചരിത്രത്തിലുടനീളം യുദ്ധം പതിവായി വന്നു. അപ്പോൾ ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കണമെന്ന് യഹോശാഫാത്തിന് തോന്നി. നോക്കണം, ഇസ്രായേൽ എന്ന രാജ്യം അത് 2ആയിട്ട് വിഭജിച്ചു. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ എന്ത് ചെയ്യുന്നു? ഇസ്രായേലും യഹൂദയും തമ്മിൽ യുദ്ധമുണ്ടായി. ഈ യഹോശാഫാത്തിനൊരു ബുദ്ധി തോന്നി. ഈ പഴയ രാജാക്കന്മാര് ഈ ശത്രു രാജ്യങ്ങളെ എങ്ങനെയാണ് അവരുടെ പരിധിയിലാക്കുന്നത് ചോദിച്ചാൽ, അവരുടെ മക്കളെ എന്ത് ചെയ്യും? വിവാഹം കഴിച്ച് സഖ്യതയിലാക്കിയ രാജ്യവുമായി ഒരു ബന്ധം സ്ഥാപിക്കും. ഈ തന്ത്രം യഹോശാഫാത്ത് എടുത്തു. തൻ്റെ മകനായിരുന്ന യഹോരാമിനെ കൊണ്ട് ഇസ്രയേലിലെ രാജാവിൻ്റെ മകളെ കൊണ്ട്, അഥല്യയെ കൊണ്ട് വിവാഹം ചെയ്താൽ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അങ്ങ് തീരും എന്ന് യഹോശാഫാത്ത് തീരുമാനിച്ചു. ഈ അഥല്യ ആരാണെന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് വളരെ രസമുണ്ടാകുന്നത്. നമുക്കറിയാവുന്ന ആഹാബിന്റെയും ഇസബേലിന്റെയും പുത്രിയാണ് അഥല്യ എന്ന് പറയുന്ന സ്ത്രീ. നമുക്ക് ആഹാബിനെ കുറിച്ച് അറിയാലേ? ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദുഷ്ടനായ ഭാര്യയും ഭർത്താവുമായിരുന്നു ഇസബേലും ആഹാബ്. അങ്ങനെ ഇവർ തമ്മിൽ വിവാഹിതരായി. അഥല്യയും ഈ യഹോരാം ലക്ഷ്യം നല്ലതായിരുന്നു. എന്തായിരുന്നു ലക്ഷ്യം?
രാജ്യങ്ങൾ തമ്മിലുള്ള ആക്രമണം ഇല്ലാതാക്കുക, യുദ്ധം ഇല്ലാതാക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു യഹോശാഫാത്ത് ആഗ്രഹിച്ചതെങ്കിലും അതിൻ സ്വീകരിച്ച വഴി തെറ്റായി. ചില ബന്ധങ്ങൾ, ചില കൂട്ടുകെട്ടുകൾ, ചില ജോലികൾ, ചില സംഭാഷണങ്ങൾ ഒക്കെ നല്ലതാണെന്ന് നമ്മൾക്ക് തോന്നും. പക്ഷെ എന്താണ്, ഇതൊരു വലിയ തിന്മയാണ്. ചിലർ ആരാധനകൾക്ക് പോകുന്നതും അങ്ങനെയാണ്. നന്മയാണെന്ന് പറഞ്ഞ് പോകുന്ന ആരാധനകളിൽ നിന്നും പലതും എന്ത് ചെയ്യുന്നുണ്ട്, തിന്മ അവിടെ ഭവിക്കാറുണ്ട്. അവർ മാനുഷികമായ നോട്ടമാണ് നോക്കുന്നത്. അവർ നല്ല ആരാധന, പാട്ടും ബഹളവും ഒക്കെ ഉണ്ട്, പോയേക്കാം എന്ന് വിചാരിച്ച് അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് വളരെ പ്രശ്നങ്ങളുണ്ടാകും. ഇതുപോലെ തന്നെയാണ്, ഇതൊരു വിവാഹ ബന്ധമാണ് പറയുന്നതെങ്കിലും നമ്മുടെ എല്ലാ മേഖലകളിലും നാം ചുവട് വെക്കുമ്പോൾ, അല്ലെങ്കിൽ ചില ബന്ധങ്ങൾ എന്ന് പറയും, വിവാഹം മാത്രമല്ല, നമ്മുടെ ഒരു കൂട്ടാകാം, നമ്മുടെ ചില ഇടപാടുകളാകാം, എന്തു തന്നെ ആയിക്കോട്ടെ, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നാം വളരെ ശ്രദ്ധയോടുകൂടെ ചെയ്യണം എന്ന ഒരു കാര്യം കൂടെ യഹോശാഫാത്ത് തൻ്റെ മകനെ ഇസ്രയേലിലെ അഥല്യയെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. തിന്മയിലേക്ക് നമ്മളെ നടത്തുന്ന ഒരുപാട് കാര്യങ്ങൾ പിശാച് നമ്മുടെ ഇടയിൽ ഇട്ടുതരും. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, യേശുക്രിസ്തു ജനിക്കേണ്ട ദാവീദിന്റെ ഗൃഹം അല്ലെങ്കിൽ യഹൂദാ ഗോത്രത്തിലെ യേശുവിന്റെ ജനനത്തെ തടയുന്ന ചില പ്രവർത്തികൾ ഇതിൽ നിന്നുണ്ടായി എന്നുള്ളത് നാം മനസ്സിലാക്കും. ഈ യഹോശാഫാത്ത് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ച് അവൻ ദാവീദിന്റെ നഗരത്തിൽ പിതാക്കന്മാരോടുകൂടെ അടക്കപ്പെട്ടു. അങ്ങനെ യഹോശാഫാത്തിന്റെ ആ കാലഘട്ടം കഴിഞ്ഞപ്പോൾ അവനു പകരമായി യഹോരാം രാജാവായി. രാജാവായത് രാജ്യത്ത് വലിയ ദുരന്തമായി. കാരണം എന്താണ്, ഇവന്റെ ഭാര്യയായ ഇസബേലിന്റെ പുത്രിയായ അഥല്യ എന്ന് പറയുന്ന സ്ത്രീയുടെ ദുഷ്ടത, ഇസബേലിന്റെ ദുഷ്ടത പകർന്നു കിട്ടി. അതൊരു വലിയ ദുരന്തമായി. അതിൻ്റെ അനന്തര ഫലങ്ങൾ ആ രാജ്യത്തിന് വളരെ ബുദ്ധിമുട്ട്. നമുക്കറിയാം, നല്ല ഭരണാധികാരികളല്ലെങ്കിൽ നമ്മുടെ രാജ്യം തകർന്നു പോകും. അത് നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാകത്തില്ല. കാലക്രമത്തിൽ മാത്രമേ, നശിച്ചു കഴിയുമ്പോൾ മാത്രമേ അറിയുകയുള്ളൂ. ഈ കുടുംബം മാത്രമല്ല, ഈ ഗോത്രം മാത്രമല്ല, യേശുവിനെ കൂടെ നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു പിശാചിന്റെ ലക്ഷ്യം. അവൻ ഭരണമേറ്റപ്പോൾ അഴിമതിയും അധപ്പതനവും ഒക്കെ ഉണ്ടായി. മാത്രമല്ല, യഹോവയ്ക്ക് വിരുദ്ധമായ ആരാധനകളിലേക്ക് ദൈവത്തെ പൂർണ്ണമായി സ്നേഹിച്ചിരുന്ന യഹോശാഫാത്തിന്റെ മകനായിരുന്ന യഹോരാം ബാൽ വിഗ്രഹങ്ങളെ ആരാധിക്കുവാൻ തുടങ്ങി. ഇസബേലാണ് ബാല്യ ആരാധനകൾക്ക് പ്രാധാന്യം കൊടുത്തതെങ്കിൽ അതിനേക്കാൾ വലിയ പ്രാധാന്യം അഥല്യയും ഈ യഹോരാമും കൂടെ കൊടുത്ത ദേശത്ത് ബാലിന്റെ ആരാധനകൾ കൂടുതലായി. നല്ല ഫലം ലഭിക്കുമെന്ന് കരുതിയ ഒരു വിവാഹം ചെന്നെത്തിയ അവസ്ഥ. ദൈവത്തെ ആരാധിക്കേണ്ട ഇടത്ത്, യേശു ജനിക്കേണ്ട ഗോത്രത്തിൽ ബാലിന്റെ ആരാധനകൾ. ഇതാണ് നമ്മുടെ ചില തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം. നമ്മുടെ വിവാഹങ്ങളാണെങ്കിൽ പോലും ദൈവത്തെ അറിയാത്ത ഒരാളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ കുഞ്ഞുങ്ങളെ വിവാഹം ചെയ്തു കൊടുക്കരുത്. ഇവിടെ ഫലം തെറ്റാണ്. ദൈവം പറയുന്നത് അനുസരിച്ചല്ല യഹോശാഫാത്തിന്റെ തലമുറയായിരുന്ന യഹോരാമും അവന്റെ ഭാര്യയും ചെയ്യും തെറ്റായ തീരുമാനം. ഇത് ഗുരുതരമായി ഫലിച്ചതിന്റെ കാരണം താഴോട്ട് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കോണം ഇടയാകും. യഹോരാം അങ്ങനെ ചെയ്തതുകൊണ്ട് അവന് വലിയ കഠിന രോഗമുണ്ടായി. അവൻ ബാലിനെ സേവിച്ചതുകൊണ്ട് അവന്റെ രോഗം ഉടൽ പുറത്ത് ചാടിയാണ് അവൻ ഇരിക്കുന്നത്. രോഗം അത്രയ്ക്ക് ഭീകരമായി. ദൈവത്തിൻ്റെ അവന്റെ മേലുള്ള ശിക്ഷ അത്രയ്ക്ക് വലുതായിരുന്നു എന്ന് അവന്റെ കുടൽ പുറത്ത് ചാടിയാണ് അവൻ മരിക്കുന്നത്. ചരിത്രത്തിൽ തിരുവചനത്തിൽ പറയുന്നത് ആർക്കും ഇഷ്ടമാകാതെ പോയ ഒരു രാജാവായിരുന്നു യഹോരാം. അതുകൊണ്ട് ജനം ദുഃഖിച്ചില്ല എന്ന് പറയും. ബാലിനെ ആരാധിക്കുന്നത് കൊണ്ട് ജനത്തിന് അത്രയും വലിയ പ്രശ്നം ഉണ്ടാകുകയില്ല. എന്നാൽ ദേശത്ത് അരാജകത്വം നിറഞ്ഞു, ദൈവത്തെ അറിയാതെ പോയി. ഇത്യാദി കാരണങ്ങൾ കൊണ്ട് ജനം ബുദ്ധിമുട്ടിയ കാലഘട്ടത്താണ് യഹോരാം മരിക്കുന്നത്. അവനെക്കുറിച്ച് ദേശം
ദുഃഖം ആചരിച്ചില്ല എന്ന് കാണും. 2 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 18-ാം വാക്യം വായിക്കുമ്പോൾ, എങ്കിലും യഹോവ തന്റെ ദാസനായ ദാവീദിനോട് അവനും അവന്റെ മക്കൾക്കും എന്നേക്കും ഒരു ദീപം നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നത് കൊണ്ട് അവന്റെ നിമിത്തം യഹൂദയെ നശിപ്പിക്കുവാൻ തനിക്കു മനസ്സായില്ല എന്ന് കാണും. അതായത് അവന്റെ പാപം നിമിത്തം ആ ഗ്രഹത്തെ നശിപ്പിക്കുവാൻ ദൈവത്തിന് മനസ്സു വന്നില്ല. ദൈവത്തിന്റെ വാഗ്ദാനം അവന്റെ മേലുണ്ടായിരുന്നു. ആ ഗ്രഹത്തിന്റെ മേലുണ്ടായിരുന്നത് കൊണ്ട് ദൈവം അതിനെ നശിപ്പിച്ചില്ല. നമുക്കറിയാം, ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായിരുന്ന ശൗലിനെ ദൈവം തള്ളിക്കളഞ്ഞു. എന്നാൽ ആ തലമുറയെ അവഗണിച്ചു എങ്കിൽ യഹൂദയുടെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ ദൈവം ആ തലമുറയെ നശിപ്പിക്കുവാൻ തക്കവണ്ണം കാരണമായി. കാരണം ദൈവത്തിന്റെ വാഗ്ദത്തം അവന്റെ മേലുണ്ടായിരുന്നു, ആ ഗ്രഹത്തിന്റെ മേലുണ്ടായി. അപ്പോൾ നോക്കുക, അവന്റെ പകരം അവൻ മരിച്ചതിന് ശേഷം അവന്റെ ഇളയ മകനായ അഹസ്യാവ്, ഈ പേരുകളൊന്നും ഓർത്തിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല, ചരിത്രം ഒന്ന് മറന്നു പോകാതെ ഓർക്കണം. കാരണം പിന്നീട് നമ്മൾ പ്രസംഗിക്കുന്നുടനെ, പെരുന്നാഴ്ചകളിലൊക്കെ നമ്മൾ പ്രസംഗിക്കുന്നുണ്ടേ നമുക്ക് ചരിത്രം വീണ്ടും ഓർപ്പിക്കേണ്ടത്. യഹോരാമിന്റെ ഇളയ മകനായ അഹസ്യാവ് രാജാവായി. അതായത് അഥല്യയുടെയും യഹോരാമിന്റെയും മകനായ അഹസ്യാവ് രാജാവ്, അഥല്യയുടെ ഇളയപുത്രനാണ്. ഇവനും ആഹാബ് ഗ്രഹത്തിന്റെ വഴികളിൽ കൂടെ തന്നെയാണ് നടന്നത്. എന്ന് പറഞ്ഞാൽ ബാൽ വിഗ്രഹങ്ങളെ ആരാധിച്ചു, ദൈവത്തെ ആരാധിക്കാതെ അവൻ പോയി. ഇവനെ കൊന്നത് നമുക്ക് ഏറ്റവും പരിചിതമായ ഇസ്രായേലിന്റെ പടനായകനായ യേഹു ആണ് അഹസ്യാവിനെ കൊന്നത്. 1 വർഷം മാത്രമേ അവന് ഭരിക്കുവാൻ സാധിച്ചുള്ളൂ. ഈ അഹസ്യാവിനെ കൊന്നത് കൂടാതെ അഥല്യയുടെയും യഹോരാമിന്റെയും എല്ലാ മക്കളെയും കൊന്നുകളഞ്ഞു. നോക്കുക, യേശുവിന്റെ ജനനമുണ്ടാകേണ്ട ഒരു ഗോത്രത്തിലെ എല്ലാവരെയും കൊന്നുകളഞ്ഞു. ഇനിയും കുറച്ച് കുഞ്ഞുങ്ങൾ മാത്രമേ ശേഷിക്കുന്നു. അപ്പോഴാണ് അഹസ്യാവിന്റെ മാതാവായ അഥല്യ ചെയ്തു, തനിക്ക് രാജ്യം പിടിച്ചെടുക്കേണ്ടതിന് വേണ്ടി ഈ അഹസ്യാവിനുണ്ടായിരുന്ന കുഞ്ഞുങ്ങളെ എല്ലാം കൊന്നുകളഞ്ഞു. രാജകുമാരന്മാർ ജനിച്ചു, അവരെല്ലാം കൊച്ചു കുഞ്ഞുങ്ങളാണ്, അല്ലെങ്കിൽ ചെറിയ പ്രായമാണ്. നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ പ്രായമുള്ളവരാ. അവരെയൊക്കെ എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞിട്ട് ഈ അഥല്യ രാജ്യഭരണം ഏറ്റെടുക്കും. ഇവിടെയാണ് നമ്മൾ കൂടുതലായി മനസ്സിലാക്കേണ്ടത്, ഈ അഥല്യയുടെ സ്വന്തം കൊച്ചുമക്കളെ കൊന്നുകളഞ്ഞിട്ട് അധികാരം പിടിച്ചെടുക്കുന്ന ദുഷ്ടയായ ഒരു സ്ത്രീ. ചരിത്രത്തിൽ, ഇസ്രയേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിഷ്ഠൂരമായ, അല്ലെങ്കിൽ യഹൂദയുടെ ചരിത്രത്തിലെ ഏറ്റവും നിഷ്ഠൂരമായ, നിഷ്കളങ്കത ഒട്ടുമില്ലാത്തൊരു സ്ത്രീയായിട്ടാണ് അഥല്യയെ നമ്മൾ കാണുന്നത്. അഥല്യ എന്ന വാക്കിന്റെ അർത്ഥം യഹോവ വലിയവൻ. പേരിൽ മാത്രം യഹോവ വലിയവൻ. പക്ഷേ അവൾ ആരാധിച്ചു പോന്നിരുന്നത് ബാൽദേവന്റെ വിഗ്രഹങ്ങളെയാണ്, ബാലിനെയാണ് ഇവൾ ആരാധിച്ചു പോകുന്നത്. ദുഷ്ടതയും ചേർന്നതിന്റെ ഫലമാണ് അതല്യ. ആഹാബ് എന്ന ദുഷ്ടതയും ഇസബേൽ എന്ന ദുഷ്ടതയും ചേർന്ന അതിൻ്റെ പരിണിത ഫലമാണ് ഈ അഥല്യ എന്ന് പറയുന്നത്. ദാവീദിന്റെ വംശാവലിയിൽ യേശുക്രിസ്തു ജനിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാവരെയും കൊന്നുകളയുക എന്നുള്ള പിശാചിന്റെ പദ്ധതികൾക്ക് അവൾ ഇരയായി. അതിനുവേണ്ടി പിശാച് ഉപയോഗിച്ചത് ഈ ദുഷ്ടയായ സ്ത്രീയാണ്. നാം ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്ക് തടസ്സമായി നമ്മുടെ ഒരു പ്രവൃത്തിയും ഉണ്ടാകരുത്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് എതിരായി നമ്മുടെ ഒരു ചിന്തയും പ്രവൃത്തിയും ഉണ്ടാകരുത്. ചിന്തിച്ചാൽ പിശാച് നമ്മുടെ ചിന്തകളിൽ കടന്നുകൂടും. നമ്മൾ സംസാരിച്ചാൽ നമ്മുടെ സംസാരത്തിൽ കൂടെ കടക്കും. നമ്മൾ പ്രവർത്തിച്ചാൽ പിശാച് നമ്മുടെ പ്രവൃത്തിയിലേക്ക് കടന്നു വരും. വളരെ ശ്രദ്ധയോടുകൂടെ വേണം. കാരണം ഒരാൾ രക്ഷിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന്റെ മുമ്പിൽ പോയി ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവൻ രക്ഷിക്കപ്പെടുന്നതിന് തടസ്സമായി നമ്മൾ നിൽക്കരുത്. ഇങ്ങനെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക്, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്ക്
ദൈവത്തിന്റെ പ്രവർത്തികൾക്ക് തടസ്സമായി നിൽക്കുന്ന ഒരു പ്രവൃത്തിയും ദൈവമക്കൾ എന്ന് പറയുന്ന നമ്മളിൽ നിന്ന് ഇത് ചെയ്യാൻ പാടില്ല, ഉണ്ടാകരുത്. ദാവീദിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദാനം എന്തായിരുന്നു? വായിക്കാം. 2 ശമൂവേൽ 7-ാം അധ്യായം 16-ാം വാക്യം ഞാൻ വായിക്കാം. നിന്റെ ഗ്രഹവും നിന്റെ രാജ്യത്വവും എൻ്റെ മുമ്പാകെ എന്നേക്കും സ്ഥിരമായിരിക്കും. എന്നേക്കും സ്ഥിരമായിരിക്കുന്നത് കൊണ്ട് ഒരാളെങ്കിലും അവശേഷിക്കണം, ഒരു രാജാവെങ്കിലും അവശേഷിക്കണം. എന്നാൽ ഈ അഥല്യ ചെയ്തത് എല്ലാ രാജകുമാരന്മാരെയും ചെയ്തു, കൊന്നുകളഞ്ഞു. 2 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും ദാവീദിനോടുള്ള വാഗ്ദത്തം കാണുന്നു. എങ്കിലും യഹോവ തന്റെ ദാസനായ ദാവീദിനോട് അവനും അവന്റെ മക്കൾക്കും എന്നേക്കും ഒരു ദീപം നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നത് കൊണ്ട് അവന്റെ നിമിത്തം യഹൂദയെ നശിപ്പിക്കുവാൻ തക്കവണ്ണം തനിക്ക് മനസ്സായില്ല. ദൈവത്തിന്റെ വാഗ്ദത്തം ഉള്ളതുകൊണ്ട് തലമുറകളെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് മനസ്സിലായില്ല. എന്നാൽ ഇവിടെ നോക്കുക, അഹസ്യാവിന്റെ കുഞ്ഞുങ്ങളെല്ലാം എന്ത് ചെയ്തു? ഇവൾ കൊന്നുകളഞ്ഞു. ഇന്നും ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്കെതിരെ, ദൈവത്തിന്റെ പ്രവർത്തികൾക്കെതിരെ, ദൈവവചനത്തിനു വിരുദ്ധമായി ചില അധല്യമാർ ഇന്നും പുറത്തുണ്ട്, ദൈവസഭകളിലുമുണ്ട്. ഇവർ ആത്മീയരെന്ന വേഷത്തിൽ ദൈവസഭകളിൽ കടന്നുകൂടിയിരിക്കുന്നു. അപ്പോൾ നാം മനസ്സിലാക്കണം, നമ്മൾ അതിൽ ആരുമാകാൻ പാടില്ല. നമ്മൾ അഥല്യയോ ആഹാബോ ഒന്നും നമ്മൾ ആകാൻ പാടില്ല, അഹസ്യാവാകാൻ പാടില്ല, യഹോരാമാകാൻ പാടില്ല. നമ്മൾ ഇതിലൊന്നും പങ്കാളികളാകരുത് എന്ന് മനസ്സിലാക്കും. എന്നാൽ ഈ അഹസ്യാവിന്റെ കൊച്ചുമക്കളെയൊക്കെ കൊന്ന് അധികാരം പിടിച്ചെടുക്കുന്ന അവളെ ദൈവം എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്ന് മനസ്സിലാക്കും. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം കൊന്നുകളഞ്ഞു. അവൾ രാജാവായി. 6 വർഷമാണ് അവളുടെ രാജ്യം ഭരിക്കുവാൻ അവൾക്ക് അവസരം കിട്ടിയത്. എന്നാൽ ഈ അഹസ്യാവിന്റെ സഹോദരി അവൾ ഒരു പുരോഹിതന്റെ ഭാര്യയായി. ഈ അഹസ്യാവിൻ കുഞ്ഞിനെ ഈ അഥല്യ കൊന്ന സമയത്ത് ഒന്നിനെ എടുത്തുകൊണ്ട് അതിനെ നോക്കുന്ന സ്ത്രീയെയും കൊണ്ട് ഈ അഹസ്യാവിന്റെ സഹോദരി ആലയത്തിൽ ശയനഗ്രഹത്തിൽ ഒളിപ്പിച്ചു എന്ന് 2 ദിനവൃത്താന്തം 22-ാം അധ്യായം 11-ാം വാക്യത്തിൽ കാണുന്നു. ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ രാജകുമാരിയായ യഹോശബത്ത്, ആ സ്ത്രീയുടെ പേര്, അതായത് അഹസ്യാവിന്റെ സഹോദരിയുടെ പേരാണ് യഹോശബത്ത്, കൊല്ലപ്പെടുന്ന രാജാക്കന്മാരുടെ ഇടയിൽ നിന്നും അഹസ്യാവിന്റെ മകനായ യോവാശിനെ മോഷ്ടിച്ചെടുത്ത് അവനെയും അവന്റെ ധാത്രി എന്ന് പറഞ്ഞാൽ വളർത്തമ്മയെയും ഒരു ശയനഗ്രഹത്തിൽ. അങ്ങനെ ഒരു കുഞ്ഞു മാത്രം, ഒരു തലമുറ മാത്രം യഹോവയുടെ പദ്ധതിക്കായി, യേശുക്രിസ്തുവിന്റെ ജനനത്തിനായി ദാവീദിന്റെ ഗ്രഹത്തിൽ ഒരു കുഞ്ഞു മാറ്റപ്പെട്ടു. എല്ലാവരെയും കൊന്നു എന്നുള്ള ചിന്തയാൽ, എല്ലാവരും മരിച്ചു എന്നുള്ള ചിന്തയാൽ അഥല്യ രാജ്യഭരണം ഏറ്റെടുത്തു. തിന്മയുടെ കാലമാണ്. അധല്യമാർ ഭരിക്കുന്ന, യഹോരാം ഭരിക്കുന്ന, അഹസ്യാവ് ഭരിക്കുന്ന ആ തിന്മയുടെ കാലത്ത് ദൈവം അവന്റെ സഹോദരിക്ക് കൊടുത്തൊരു ബോധ്യമാണ് ഒരാളെ രക്ഷിക്കുക എന്ന്. തിന്മയുടെ കാലത്ത്, ദുഷ്ടതയുടെ കാലത്ത് നമുക്കും ചില ചിന്തകൾ ദൈവം തരും. പിശാച് നമ്മളെ എത്ര വട്ടം പിടിച്ചാലും, നമ്മൾ പിശാചിന്റെ അകത്തായി പോയെന്ന് പറഞ്ഞാലും ചില സമയങ്ങളിൽ ദൈവം ചില ബോധ്യം തരും. നമുക്കറിയാം, പിശാച് ബാധിച്ചവർക്കൊക്കെ അവരങ്ങനെ ബാധിച്ചിരിക്കുമ്പോഴും ചില സമയത്ത് അവർ നോർമലാകും. ആ സമയത്ത് ദൈവസന്നിധിയിലേക്ക് അവർ മടങ്ങി വന്നാൽ അവർക്ക് വിടുതലുണ്ട്. പക്ഷെ പലരും എന്ത് ചെയ്യുന്നില്ല, അത് ചെയ്യാത്തത് കൊണ്ട് പലർക്കും ആ വിടുതൽ സംഭവിക്കുന്നില്ല. ഇവിടെ ഈ ദുഷ്ടതയുടെ കാലത്ത് ഈ യഹോദാദ എന്ന് പറയുന്ന പുരോഹിതന്റെ ഭാര്യയായിരുന്ന യഹോശബത്ത് എന്ത് ചെയ്തു? ഒരു അഹസ്യാവിന്റെ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവർ ഒളിപ്പിച്ചു. നോക്കുക, പിശാചിന്റെ, അവൾക്ക് വേണമെങ്കിൽ അനങ്ങാതിരിക്കായിരുന്നു, അല്ലേ? അഥല്യ കൊല്ലുന്നവരെ കൊന്നോട്ടെ, ഞാൻ പുരോഹിതന്റെ ഭാര്യയാണ്, എനിക്കൊന്നും സംഭവിക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ച് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? അവൾക്ക് അവൾ ഇരിക്കുന്ന, അല്ലെങ്കിൽ അവൾ താമസിക്കുന്ന സ്ഥലത്ത് നിശബ്ദമായിരിക്കാമായിരുന്നു. ദൈവത്തിന്റെ പദ്ധതി ഈ യഹോശബത്ത് ദമ്പതികളിൽ കൂടെ ദൈവം നിറഞ്ഞു. ഈ യഹോദാദ പുരോഹിതൻ ജനനന്മ ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ച ഒരാളായിരുന്നു യഹോദാദ എന്ന പുരോഹിതൻ. അതുകൊണ്ട് അവന്റെ ഭാര്യയ്ക്കും ആ നന്മകൾ, നമ്മുടെ നന്മകൾ നമ്മുടെ ഭാര്യമാരിലേക്കും നമ്മുടെ ഭർത്താവിന്മാരിലേക്കും എന്ത് ചെയ്യണം? പകരണം.
ദൈവത്തിൻ്റെ ആഗ്രഹം അതാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. യഹോദാദയുടെ ആ നല്ല സ്വഭാവം ആർക്ക് കിട്ടി? അവൻ്റെ ഭാര്യയ്ക്ക് കിട്ടി. ഇത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയായിരുന്നു. ഇതുപോലെ ആണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദുഷ്ടത നിറഞ്ഞ ലോകത്ത് എനിക്കിവിടെ ഒരു കാര്യവുമില്ല, ഞാൻ എൻ്റെ ഇഷ്ടം, ഞാൻ എൻ്റെ കുടുംബം നോക്കി പോകും എന്ന് പറയുവാനല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഈ യഹോശാഫാത്തിനെ പോലെ ചില വിസ്മയങ്ങളായി ചരിത്രത്തിൽ ഇടം പിടിക്കുവാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. യഹോശാഫാത്തിന്റെ ഒരു പ്രവൃത്തി, അവൾ ചരിത്രത്തിൽ ഇടം നേടി. യേശുവിൻ്റെ വംശാവലിയിൽ, ദാവീദിന്റെ ഗ്രഹത്തിൽ, ആ തലമുറയിൽ യേശു ജനിച്ചു വരുവാൻ തക്കവണ്ണം ഒരു കാരണമായ, ഒരു വിസ്മയമായ പ്രവൃത്തിയാണ് യഹോശാഫാത്തിൽ നിന്നുണ്ടായത്. ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവനാമ മഹത്വത്തിനു വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ പണിക്കു വേണ്ടി നമ്മളിൽ നിന്ന് ചില പ്രത്യേകമായ കാര്യങ്ങൾ, ചില പ്രത്യേക ദൗത്യങ്ങൾ, അതൊരു സംഭാഷണമാകാം, സ്നേഹപൂർണമായ ഒരു ഇടപെടലാകാം, സ്നേഹപൂർണമായ ഒരു നൽകലാകാം, സ്നേഹപൂർണമായ ഒരു ചേർത്ത് പിടിക്കലാകാം, സ്നേഹപൂർണമായ ഒരു പ്രാർത്ഥനയാകാം. ഹല്ലേലൂയ. ഇതൊക്കെയാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എടുത്തുകൊണ്ട് വരണമെന്നൊന്നും ദൈവം പറയുന്നില്ല. പ്രാർത്ഥിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു, അത് ദൈവം അതിലൂടെ അങ്ങ് പ്രവർത്തിച്ചു. എടുത്തുകൊണ്ട് വരാൻ കഴിവുള്ളവൻ്റെയും ദൈവം അത് കൊടുത്തോളൂ. നമ്മൾ ചെയ്യാൻ മതി, പ്രാർത്ഥിച്ചാൽ. അല്ലെങ്കിൽ ഒരു സൗഹൃദ സംഭാഷണത്തിൽ അവർ തകർന്നു പോകുന്ന ഇടത്ത് എന്ത് ചെയ്യുന്നു? നമ്മളിന്ന് ദേവദാസോയെ കൂടെ കേട്ടു, കഷ്ടകാലത്ത് നമുക്ക് ഉത്തരമരുളുന്നൊരു ദൈവമുണ്ട്. കഷ്ടകാലത്ത് നമുക്ക് ഉത്തരം എവിടാ? ദൈവത്തിലാ. അവിടെ കയറി പിടിച്ചോണം. ഈ അഥല്യയുടെ ദുഷ്ടതയ്ക്ക് 6 വർഷം മാത്രമേ ആയുസ്സുണ്ടായി. ഈ യഹോശാഫാത്തും യഹോദാദ എന്ന് പറയുന്ന പുരോഹിതനും ഭാര്യയും എന്ത് ചെയ്തു? ഈ കുഞ്ഞിനെ 6 വർഷം ഒളിപ്പിച്ചിരുത്തിയിട്ട് 7-ാം വർഷം ഇവനെ രാജാവായി അഭിഷേകം ചെയ്യുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നു. അതിനുവേണ്ടി അവർ കാണേണ്ട ഗോത്രത്തലവന്മാരെയും ശതാധിപന്മാരെയും എല്ലാം പോയി കണ്ട്, എല്ലാവരെയും കണ്ട് അവർ ഒരു ദിവസം തീരുമാനിച്ചിട്ട്, യോവാശിന് 7 വയസ്സായപ്പോൾ യഹോദാദ പുരോഹിതൻ അവനെ പുറത്തു കൊണ്ടുവന്ന് അവനെ രാജാവായി അഭിഷേകം ചെയ്യും. അഥല്യ ഈ ആലയത്തിൽ ആരവം കേട്ട് അവൾ ഓടി വരികയാണ്. ഓടി വന്നപ്പോൾ നിങ്ങൾ എന്ത് ദ്രോഹമാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് എതിർക്കുവാൻ തക്കോണം ഇടയായി. എന്നാൽ അഥല്യയുടെ വാക്ക് ആരും കേട്ടില്ല. അവളെ രാജധാനിക്കരികിൽ വെച്ച്, അല്ലെങ്കിൽ ആലയത്തിൻ്റെ പുറത്തു കൊണ്ടുവന്ന് അവളെ വാൾ കൊണ്ട് ജനം കൊന്നുകളഞ്ഞു. യേശുക്രിസ്തു ജനിക്കാതിരിക്കുവാൻ, ദാവീദിന്റെ ഗ്രഹത്തിൽ നിന്നൊരു പുത്രൻ ഉണ്ടാകുവാൻ തക്കവണ്ണം തടസ്സമായി നിന്ന അഥല്യയുടെ ഭരണം 6 വർഷം മാത്രമേ നീണ്ടു. ഇന്നും ഇങ്ങനെയുള്ള അഥല്യമാർ ജീവിച്ചിരുന്നു. ഇവർക്ക് ദൈവത്തിൻ്റെ ആരാധനയ്ക്ക് തടസ്സം നിൽക്കുന്ന, ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് തടസ്സം നിൽക്കുന്നതിനെ ദൈവം തകർത്ത് കളയും. ആരാധന ദൈവത്തിൻ്റെതാണ്, ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവത്തിൻ്റെതാണ്. ഇതിനെ എന്ത് ചെയ്യരുത്? നമ്മുടെ പദ്ധതിയുമായിട്ട് എൻ്റെ ഇടയ്ക്ക് പോയി തോണ്ടരുത് എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. ദൈവത്തിൻ്റെ പദ്ധതികളെ, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുള്ളതാണ്. തലമുറകളിലേക്ക് നന്മ പകർന്നു കൊടുക്കണം. ഇസബേൽ എന്ന ദുഷ്ടയായ സ്ത്രീ, അവൾ പകർന്നു കൊടുത്തത് എന്താണ്? ദുഷ്ടത തന്നെയാണ് തൻ്റെ മകൾക്ക് പകർന്നു കൊടുത്തത്. ഈ അഥല്യ അഹസ്യാവ് രാജാവായപ്പോൾ ദുഷ്ടത പ്രവർത്തിക്കുവാൻ അവൾ തൻ്റെ മകനെ പ്രേരിപ്പിച്ചു എന്നാണ് ദൈവവചനം വായിക്കുക. അപ്പോൾ നോക്കുക, തൻ്റെ മകനെയും മക്കളെയും ഒക്കെ ദുഷ്ടത പറഞ്ഞു കൊടുക്കുന്ന അഥല്യ. അങ്ങനെയുള്ളൊരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ക്രിസ്തു എന്ന നന്മയാണ്, ക്രിസ്തു എന്ന വെളിച്ചത്തെ നമ്മുടെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കണം. അത് പകർന്നു കൊടുത്തില്ലെങ്കിൽ അവർ തെറ്റായ വഴികളിലേക്ക് പോകും. പിന്നീട് പരിതപിച്ചിട്ട്
കാര്യമില്ല. നമുക്ക് സമയമില്ലല്ലോ, 5 മിനിറ്റ് കൂടെ. ഈ യോവാശ് അവന്റെ അന്ത്യത്തിലേക്ക് അടുത്തു വന്നു. അവൻ യഹോദാദ പുരോഹിതൻ, അവൻ രാജാവായപ്പോൾ യോവാശ് 7-ാം വയസ്സിലാണ് രാജാവായത്. അവനെ പുരോഹിതനാണ് അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തത്, അവന്റെ കുടുംബം. എന്നാൽ ഈ പുരോഹിതനുള്ള കാലത്തോളം ഇവൻ നല്ലതായിട്ട് അങ്ങ് ജീവിച്ചു. ദൈവത്തിന്റെ സാമീപ്യമുള്ള സമയത്തെല്ലാം നമ്മൾ നല്ലതായി ജീവിക്കും. എന്നാൽ ദൈവ സാമീപ്യമില്ലാത്ത സമയത്ത് നമ്മളെ വലിച്ചുകൊണ്ടു പോകുവാൻ പിശാച് ശ്രമിക്കും. അതിനുള്ള സാധ്യതയുണ്ട്. ഈ ആലയവുമായി, ഈ പുരോഹിതനുമായി യോവാശിന് എപ്പോഴും ബന്ധമുണ്ടായിരുന്നത് കൊണ്ട് അവൻ ആലയത്തിന്റെ പണികളുമൊക്കെ ആയിട്ട് അവനങ്ങനെ ആത്മീകനായിട്ട് ജീവിച്ചു. എന്നാൽ ഈ യഹോദാദ പുരോഹിതൻ മരിച്ചപ്പോൾ അവൻ ആത്മീയത്തിൽ നിന്ന് മാറി. നമ്മളും ആത്മീയ കാര്യങ്ങളിൽ നിന്ന് ആരാധനയ്ക്ക് കടന്നു വരാതെ, പ്രാർത്ഥിക്കാതെ, ദൈവവചനം ധ്യാനിക്കാതെ, ദൈവവചനം വായിക്കാതെ ഇരുന്നാൽ ദൈവത്തിൽ നിന്ന് നമ്മളും അകന്നു പോകും എന്നുള്ളത് കൂടിയാണ് നമ്മൾക്കിവിടെ കാണുന്നത്. യഹോദാദ പുരോഹിതന്റെ മകനായ സഖറിയാവ് എന്ന് പറയുന്ന തൻ്റെ പുത്രനെ, യഹോദാദ പുരോഹിതന്റെ പുത്രനെ ഇവൻ കൊന്നുകളഞ്ഞു. പുരോഹിതന്റെ കാലശേഷം ഇവൻ ബാൽ വിഗ്രഹങ്ങളിലേക്ക് പോയിട്ട് ആ പുരോഹിതന്റെ മകനായ സഖറിയാവിനെ കൊന്നുകളഞ്ഞു. മാത്രമല്ല, ആലയത്തിലെ പൊന്നെടുത്ത് ശത്രു സൈന്യമായ ആരാം രാജാവ് വന്നപ്പോൾ അവൻ ആ ആലയത്തിലെ പൊന്നെടുത്ത് അവർക്ക് കൊടുത്തു. നോക്കുക, യഹോവയെ നഷ്ടപ്പെട്ടാൽ, ദൈവത്തിൽ നിന്ന് അകന്നുപോയാൽ ആലയം വരെ വിൽക്കുന്ന ആളുകളുള്ള ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവത്തിന് കൊടുത്തിട്ട് ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് ആ വഴക്കൊട്ടാന്നെ എടുത്തുകൊണ്ട് പോകുന്ന ഈ ആരാമ്യരുടെ ഭീഷണി ഉണ്ടായപ്പോൾ ഇവൻ ഈ പൊന്നെടുത്ത് എന്ത് ചെയ്തു? ആരാം സൈന്യത്തിന് കൊടുത്തു, ആരാം രാജാവിന്. അവന്റെ അന്ത്യവും ഭയാനകമായി. അവന്റെ രാജ്യത്തിലെ 2 പേർ അവനെ അവന്റെ കിടക്കയിൽ വെച്ച് കൊന്നുകളയും. 2 വൃത്താന്തം 24-ാം അധ്യായം 25 അതൊന്ന് വായിച്ചു. അത് മാത്രം. നോക്കുക, അവനെ കിടക്കയിൽ വെച്ച് കൊന്നുകളഞ്ഞു എന്നാണ്. ദൈവവുമായി ബന്ധമില്ലാതെ പാപത്തിലേക്ക് പോയിരുന്ന യോവാശ്. നമ്മൾ ആദ്യം മത്തായിയുടെ പുസ്തകം വായിച്ചു അല്ലേ? യോവാശ് എന്ന പേര് അവിടെ വരേണ്ടതായി. അതാ നമ്മൾ ഇനിയും അത് വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. യോവാശിന്റെ പേരില്ല, അവിടെ ഇല്ല. യേശുവിന്റെ വംശാവലിയിലേക്കും നിത്യതയിലേക്കും കടക്കുവാനുള്ള അവസരം അവന്റെ പാപം നിമിത്തം എന്ത് ചെയ്തു? അവന് നഷ്ടപ്പെട്ടു. മറ്റെല്ലാ സഹോദരന്മാരും മരണപ്പെട്ടപ്പോൾ അവനെ രക്ഷിച്ചെടുത്തത് അവൻ മറന്നുപോയി. അവനെ രാജാവാക്കിയത് മറന്നുപോയി. കഴിഞ്ഞ നാളുകളിൽ ദൈവം തരുന്ന നന്മകൾ ഒരു നിസാര സംഭവത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ചെറിയ നന്മയുടെ പേരിൽ നാം മറന്നു പോകരുത് എന്നുള്ള താക്കീതാണ് ഇവിടെ ദൈവം തരുന്നത്. ദൈവത്തെ മറന്നതുകൊണ്ട് യേശുവിൻ്റെ വംശാവലിയിൽ അവന് കടന്നുകൂടുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. നന്മ ചെയ്തത് മറന്നുപോയി. നമുക്കറിയാം രാഹാബിനെ, ഈ വംശാവലിയിലൊന്നും ഉൾപ്പെടാതിരുന്ന രാഹാബിനെ യേശുവിൻ്റെ വംശാവലിയിലേക്ക് കൊണ്ടുവന്നത് അവളുടെ ഒരു പ്രവൃത്തിയാണ്, അവളുടെ ഒരു വിശ്വാസമാണ്. അങ്ങനെയെങ്കിൽ നിത്യതയിലേക്ക് നമുക്ക് തടസ്സമായി നിൽക്കുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകരുത്. യേശുവിൻ്റെ വംശാവലിയിൽ ഉപേക്ഷിക്കപ്പെട്ട ചില രാജാക്കന്മാരിൽ ഒരാളാണ് ഈ യോവാശ് എന്ന് പറയുന്ന ആള്. അതുകൊണ്ടാണ് ആ യഹോശാഫാത്തിനെ കാണുമ്പോൾ യഹോശാഫാത്തിനെ ജനിപ്പിച്ചു, യഹോശാഫാത്ത് യാരാമിനെ ജനിപ്പിച്ചു, യാരാം ഉസിയാവെ ജനിപ്പിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. യോവാശ് അവിടെ നിന്ന് മറഞ്ഞു. നിത്യതയിൽ നിന്ന് നാം മറഞ്ഞു പോകരുത്, ദൈവിക പദ്ധതികളിൽ നിന്ന് നാം മറഞ്ഞു പോകരുത് എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദാവീദിനോടുള്ള വാഗ്ദത്തമാണ് യേശു ക്രിസ്തുവിൻ്റെ തൻ്റെ ഗ്രഹത്തിൽ ഉണ്ടാകും. തൻ്റെ ഗ്രഹത്തിൽ നിന്ന് യേശു ക്രിസ്തു
ഉണ്ടാകുമെന്നുള്ളത്. എന്നാൽ ദാവീദ് ആഗ്രഹിച്ചത് ദൈവത്തിനു വേണ്ടി ഒരു ഭവനം പണിയുവാൻ, ദൈവത്തിനു വേണ്ടി ഈ ഭൂമിയിൽ ഒരു ആലയം പണിയുവാനാണ് ദാവീദ് ആഗ്രഹിച്ചുവെങ്കിൽ, ദാവീദിന്റെ സിംഹാസനത്തിൽ നിന്ന് ഒരു ഭവനം ഉണ്ടാക്കുവാനാണ് നമ്മുടെ ദൈവം ആഗ്രഹിച്ച് അതിൻ്റെ പൂർത്തീകരണം കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ്. ആ യേശു ക്രിസ്തുവിലേക്ക് നമ്മൾക്ക് കടന്നു ചേരുവാൻ തക്കവണ്ണം ഇടയാകുന്നതിന് തടസ്സമായി നിൽക്കുന്ന ചില ആഹാബുമാരുണ്ട്, ചില ഇസബേലുമാരുണ്ട്, ചില അഥല്യമാരുണ്ട്, ചില യഹോരാമുകളുണ്ട്, ചില അഹസ്യാബുകളുണ്ട്. അവരെ നാം എന്ത് ചെയ്യണം? തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്നുവെങ്കിൽ നമ്മുടെ നിത്യതയ്ക്ക് നമുക്ക് സാധ്യമായ എല്ലാ വഴികളും ദൈവം നമുക്ക് ഒരുക്കിത്തരും. നാം പിന്നോട്ട് നോക്കി ഈ ചരിത്രമൊന്ന് മനസ്സിലാക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരിക്കും. ഈ ചരിത്രം നാം മനസ്സിലാക്കണം. യേശു ക്രിസ്തുവിൻ്റെ വംശാവലി തടസ്സം നിന്ന അഥല്യമാർ നമ്മളുമാകാതെ ആ അഥല്യമാർ യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ അവർക്കും പേര് ചേർക്കുവാൻ കഴിയാതെ ഇരിക്കും. നിത്യതയിൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുവാൻ തക്കോണം ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കും.